നമസ്കാരം. സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കവേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാന സർക്കാർ. ബില്ലുകളടക്കം വലിയ തോതിൽ മാറാനുണ്ട്. ഈ മാസം മാത്രം പാസ്സാക്കേണ്ടത് 25,000 കോടി രൂപയുടെ ബില്ലുകളാണ്. ഇതോടെ സാമ്പത്തികമായി പ്രതിസന്ധിയിലുള്ള കേരളത്തിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി നടത്തിയ കൂടിക്കാഴ്ച ആശ്വാസമായി മാറി. കേന്ദ്രം കൂടുതൽ വായ്പയെടുക്കാൻ അനുമതി നൽകിയതോടെ വീണ്ടും കടമെടുപ്പിനൊരുങ്ങുകയാണ് സർക്കാർ. കേന്ദ്രം അനുമതി നൽകിയതിന് പിന്നാലെ 12,000 കോടി രൂപ വായ്പ എടുക്കുന്നതിനുള്ള കടപ്പത്രങ്ങൾ ചൊവ്വാഴ്ച പുറത്തിറക്കും. കേന്ദ്ര ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് അധിക വായ്പയ്ക്ക് അനുമതി ലഭിച്ചത്. അതേസമയം ഏതിനത്തിൽ ഉൾപ്പെടുത്തിയാണ് അനുവദിച്ചതെന്നും വ്യക്തമല്ല. വൈദ്യുതി മേഖലയിലെ പരിഷ്കരണത്തിന്റെ പേരിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 0.5% വായ്പ എടുക്കാമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. ഈ ഇനത്തിലാണ് 12,000 കോടിയിൽ 5,500 കോടിയുടെ അനുമതി എന്ന് കരുതുന്നു. വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ലെന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം. ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധിയിലെ മുഴുവൻ തുകയും ഒപ്പം പ്രത്യേക അനുമതി ലഭിച്ച അധിക തുകയും കേരളം വായ്പ എടുത്തിരുന്നു. കടമെടുപ്പ് പരിധിയിൽ ശേഷിച്ചിരുന്ന 605 കോടിക്കായി കഴിഞ്ഞ ചൊവ്വാഴ്ച കടപ്പത്രം ഇറക്കിയിരുന്നു. ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 3% കേരളത്തിന് കടമെടുക്കാനാകുക. ഇത് പ്രകാരം വായ്പ എടുക്കാനാവുന്ന തുക 38,237 കോടിയാണ്. ഓണക്കാലത്തെ അധിക ചെലവുകൾ പരിഗണിച്ച് 4,000 കോടി അധിക വായ്പയ്ക്ക് അനുമതി നൽകിയിരുന്നു. ഇതും നിലവിലെ 12,000 കോടിയും കൂടി ചേരുമ്പോൾ ഈ സാമ്പത്തിക വർഷം ആകെ കേന്ദ്രം അനുവദിച്ചത് 54,237 കോടിയുടെ വായ്പാ അനുമതിയാണ്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി 2 ആഴ്ച മാത്രമാണ് ശേഷിക്കുന്നത്. 26,000 കോടി രൂപയാണ് സാമ്പത്തിക വർഷ അവസാനത്തെ ചെലവുകൾക്കായി വേണ്ടത്. ഇതിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷൻ എന്നിവയ്ക്കായുള്ള തുക ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അനുവദിച്ച 12,000 കോടി കൂടി കിട്ടുന്നതോടെ വലിയ ആശ്വാസമാകുമെങ്കിലും ചെലവുകൾക്ക് പൂർണ്ണമായും തികയില്ല. സാമൂഹ്യ പെൻഷൻ 820 കോടിയും കരാറുകാരുടെ കുടിശ്ശിക ഇനത്തിൽ 3,000 കോടിയും പ്ലാൻ ഫണ്ടിൽ 7,500 കോടിയും വേണം. ബിവറേജസ് കോർപ്പറേഷൻ, KSFE എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് ധനസമാഹരണം നടത്തി മാർച്ച് മാസം കടന്നുകൂടാനാണ് സർക്കാർ ശ്രമം. പ്രതിസന്ധി മറികടക്കുന്നതിന് യൂണിവേഴ്സിറ്റികൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയ അനുബന്ധ സ്ഥാപനങ്ങളിലെ നീക്കിയിരിപ്പ്, പങ്കാളിത്ത പെൻഷൻ ഫണ്ടിൽ നിന്നുള്ള അധിക വായ്പ എന്നിവ ട്രഷറിയിലേക്ക് മാറ്റാൻ ധനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി കാരണം വകുപ്പുകൾ വൻതോതിൽ പദ്ധതികൾ വെട്ടിക്കുറച്ചതാണ് പദ്ധതി ചെലവ് കുത്തിനെ ഇടിയാൻ കാരണം. എന്നാൽ സർക്കാരിൻ്റെ ചെലവിനാകട്ടെ ഒരു കുറവുമില്ല. കഴിഞ്ഞ വർഷം പാസ്സാക്കാൻ കഴിയാത്ത ബില്ലുകൾ ഈ വർഷത്തേക്ക് മാറ്റിയതിനാൽ പദ്ധതി ചെലവ് താഴ്ന്നു നിൽക്കുമ്പോഴും ട്രഷറിയിൽ നിന്നുള്ള പണച്ചെലവ് ഉയർന്നിരുന്നു. 38,886 കോടിയാണ് ഈ വർഷത്തെ പദ്ധതി വിഹിതം. ഇതിൽ 52% തുകയെ ഇതുവരെ ചെലവിടാൻ കഴിഞ്ഞിട്ടുള്ളൂ. 21,838 കോടിയുടെ സംസ്ഥാന പദ്ധതികളിൽ 54% മാത്രമാണ് പുരോഗതി. തദ്ദേശ പദ്ധതികൾ 45%വും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ 57% മാത്രമേ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ട്രഷറി കാലിയായതോടെ റിസർവ് ബാങ്കിൽ നിന്നും വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസും ഓവർഡ്രാഫ്റ്റും എടുത്താണ് കഴിഞ്ഞ ആഴ്ചത്തെ ചെലവുകൾക്ക് പണം കണ്ടെത്തിയത്. ധനസമാഹരണത്തിന്റെ ഭാഗമായി എല്ലാ വകുപ്പുകളോടും പണം ബാങ്കിൽ നിന്നും ട്രഷറിയിലേക്ക് മാറ്റാൻ വീണ്ടും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബിവറേജസ് കോർപ്പറേഷനോടും എണ്ണ കമ്പനികളോടും നികുതി പണം മുൻകൂർ ആവശ്യപ്പെട്ടു. KSFE നിന്നും പണം വാങ്ങും.